എല്ലാവർക്കും നമസ്കാരം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി പുറത്തിറക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 പ്രവേശനത്തിന് ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത് എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷ, അതായത് ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്നാണ്. ഞാൻ ശാന്തീഷ് കുമാർ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. അപ്പോൾ +1 ഓൺലൈൻ അപേക്ഷ കുട്ടികൾക്ക് ഒന്നുകിൽ സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരുടെ സഹായത്തോടു കൂടി അപേക്ഷ സമർപ്പിക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരുടെ സഹായത്തോടെയും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നു. ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള സൈറ്റ് hscap.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് അപേക്ഷിക്കുന്നത്. ഈ അപേക്ഷയിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ സൈറ്റിലൂടെ കയറി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, സിംഗിൾ വിൻഡോ സിസ്റ്റം, അതാണ് SWS. ഇതിൽ കയറി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സമയത്ത് നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ ഉണ്ടായിരിക്കണം. ആ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ മൊബൈൽ നമ്പരും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും നിങ്ങൾ എഴുതി തന്നെ സൂക്ഷിക്കണം. കാരണം ഈ അഡ്മിഷൻ പ്രക്രിയയിലെ അവസാന ഘട്ടം വരെയും ഈ ക്രിയേറ്റ് ലോഗിനിലൂടെ കിട്ടുന്ന പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്കിതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ സൈറ്റിൽ തന്നെയുള്ള കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫോമിൽ കേരള സിലബസിലെ SSLC അല്ലാതെ അതേഴ്സ് ആയിട്ടുള്ളവർ, ഫോർ എക്സാമ്പിൾ CBSE, ICSE, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവയൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റിനോടൊപ്പം മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ മെഡിക്കൽ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കേരള സിലബസിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സാകുന്ന കുട്ടികൾ അപേക്ഷയോടൊപ്പം യാതൊരു വിധമായ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. കാരണം അവരുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിന്ന് +1 അപേക്ഷയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിരിക്കണം. കാരണം ഈ എൻ്റർ ചെയ്യുന്ന വിവരങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അഡ്മിഷൻ സമയത്ത് നമ്മൾ അവിടെ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അതിൽ ഉണ്ടായാൽ അത് നമ്മുടെ അഡ്മിഷനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വായിച്ചുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യൂ. ഇനി ഒരു റവന്യൂ ജില്ലയിലേക്ക് ഒരു കുട്ടി ഒറ്റ ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ മതി. അതായത് ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, അതായത് ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ഒരു കുട്ടി ഒറ്റ ആപ്ലിക്കേഷൻ ഫോം മാത്രം കൊടുത്താൽ മതി. ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ ഓരോ ജില്ലയിലേക്കും പ്രത്യേകം അപേക്ഷാ ഫോം കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷയുടെ ഫീസ് 25 രൂപയായിരുന്നു. അത് നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് നൽകിയാൽ മതി. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഓൺലൈൻ അപേക്ഷയുടെ ഒരു പ്രിന്റ് എടുക്കാം. ഈ പ്രിന്റ് ഔട്ട് നിങ്ങൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന കാര്യം ഇല്ല. അപ്പൊ ഇത്രയുമാണ് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് രക്ഷാകർത്താക്കളും കുട്ടികളും അറിയേണ്ടുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഇൻഫർമേഷനുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.